സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും ഒക്കെ കൊല്ലത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും വലിയ കുഴപ്പം. ഇവരതൊക്കെ വലിയ കുറ്റമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ടി.എൻ. പ്രതാപന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകള്, അതും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സജു ഹരിദാസിന് ഒരേ പഞ്ചായത്തിൽ തന്നെ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട്. ടി.എൻ. പ്രതാപൻ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 13-ാം ബൂത്തിലെ വോട്ടറാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 13-ാം ബൂത്തിലെ വോട്ടറാണ്. ഈ 13-ാം ബൂത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, അവിടെയും ലീഡ് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്, അവിടെയും BJP ആണ്. ടി.എൻ. പ്രതാപന്റെ സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തായിട്ടുള്ള തളിക്കുളത്ത് ഏകദേശം 450-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചത് വലിയ രീതിയിൽ വോട്ടിൽ ക്രമക്കേട് നടത്തിയിട്ടാണെന്നുള്ള ആരോപണമായിട്ട് UDF-ന്റെയും CPM-ന്റെയും നേതാക്കന്മാർ ഉന്നയിച്ചിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ തൃശ്ശൂരിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ടി.എൻ. പ്രതാപൻ, അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ കേസ് വരെയും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടി.എൻ. പ്രതാപന്റെ കുടുംബത്തിൽ നിന്ന് വരെ ഒരു ഇരട്ട വോട്ട് ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആരോപണമായിട്ട് BJPയുടെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നാട്ടികയിലെ BJPയുടെ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? പേര് ഷൈൻ നെടിയിരിപ്പിൽ. സംഘടനയുടെ ചുമതല എന്താ? ഞാൻ നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്, വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറും കൂടിയാണ്. ചേട്ടാ, ഇപ്പോ ഈ നമ്മുടെ മുൻ MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ, അദ്ദേഹം നിലവിൽ സുരേഷ് ഗോപിക്കെതിരെ ഈ വോട്ട് ക്രമക്കേട് എന്നുള്ള രീതിയിലേക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലാ മേധാവിക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഇപ്പോൾ ഒരു വോട്ട് ക്രമക്കേട് എന്നുള്ള തരത്തിലേക്ക് ഒരു ആരോപണമായിട്ട് BJPയുടെ പ്രവർത്തകർ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണല്ലോ. എന്താണ് അതിന്റെ വിഷയം? എന്താണത്? അതായത് ഈ വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായിട്ടും കടന്നുകൂടാനിടയുള്ള ചില പിശകുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്ഷരത്തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയൊട്ടാകെ എന്തോ വോട്ടർ പട്ടിക ക്രമക്കേടിലൂടെയാണ് BJP അധികാരത്തിൽ വരുന്നത് എന്നുള്ള രീതിയിലാണ് ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നൊരു പത്രസമ്മേളനം ഉണ്ടായത്. അതിനെ തുടർന്നാണ് തൃശ്ശൂരിലും ഇതേപോലുള്ള ചില ചെറിയ പിശകുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ഇരട്ട വോട്ടാണ്, BJP ജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടുത്തെ മുൻ MP-യും കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റും തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ തലമുതിർന്ന നേതാവുമായിട്ടുള്ള ടി.എൻ. പ്രതാപൻ പോലീസ് മേധാവിക്ക് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ടി.എൻ. പ്രതാപന്റെ സ്വന്തം പഞ്ചായത്തില്, തളിക്കുളം പഞ്ചായത്തില് ടി.എൻ. പ്രതാപന്റെ ചേട്ടന്റെ മകൾ, ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും ഒക്കെ കൊല്ലത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും വലിയ കുഴപ്പം. ഇവരതൊക്കെ വലിയ കുറ്റമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ടി.എൻ. പ്രതാപന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകള്, അതും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സജു ഹരിദാസിന് ഒരേ പഞ്ചായത്തിൽ തന്നെ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട്. അതായത് ഒരേ പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡില്, അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10-ാം വാർഡിലും 13-ാം വാർഡിലും. 10-ാം വാർഡില് ഭാഗം നമ്പർ 1-ല് 625-ാം നമ്പർ ക്രമ നമ്പറായിട്ട് സജു ഹരിദാസിന്റെ പേരുണ്ട്. അതേപോലെ തന്നെ 13-ാം വാർഡില്, തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 13 ആര്യമ്പാടം വാർഡിലും ഭാഗം നമ്പർ 1-ല് 424 ക്രമ നമ്പറായിട്ട് സജു ഹരിദാസിന്റെ പേരുണ്ട്. ഇതില് 13-ാം വാർഡിലെ വോട്ടറായിട്ടുള്ള സജു ഹരിദാസ് സാരി ഉടുത്തിട്ട് ഇരിക്കുന്നത്, 10-ാം വാർഡിലെ വോട്ടറായിട്ടുള്ള സജു ഹരിദാസ് ചുരിദാർ ഇട്ടിട്ട് ഇരിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ 13-ാം വാർഡിലെ വോട്ടറായിട്ടുള്ള സജു ഹരിദാസിന് 47 വയസ്സും 10-ാം വാർഡിലെ വോട്ടറായിട്ടുള്ള സജു ഹരിദാസിന് 51 വയസ്സുമാണ്. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ഒക്കെ ആരോപണങ്ങൾ. BJPക്കെതിരെ ഇവർ ആരോപിക്കുന്ന ഇതാണ്. അപ്പോൾ ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ടി.എൻ. പ്രതാപനെ പോലെ ഇതെല്ലാം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന, ഇതിന്റെയൊക്കെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും ഒക്കെ പരാതി കൊടുക്കുന്ന ടി.എൻ. പ്രതാപന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ചേട്ടന്റെ മകള്, അതും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരേ പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡില് രണ്ട് വോട്ടർ പട്ടികയിൽ പേര് കിടന്നിട്ട് ഇതറിഞ്ഞില്ല. അപ്പൊ ടി.എൻ. പ്രതാപന്റെ ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഈ കള്ളവോട്ടാണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഭാഗമായിട്ട് പെടുമോ? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഞങ്ങളും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ടി.എൻ. പ്രതാപനെതിരായിട്ടും ടി.എൻ. പ്രതാപന്റെ ചേട്ടന്റെ മകളായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള സജു ഹരിദാസിനെതിരായിട്ടും പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് മേധാവിക്കും ഈ ഇരട്ട വോട്ടിന്റെ പേരിൽ പരാതിയുമായിട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടിക ശുദ്ധീകരണവും വോട്ട് ചേർക്കലും വോട്ട് നീക്കം ചെയ്യലുമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഫോം 6-ൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ വോട്ട് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ ശരിയായ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താ പറയാ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ വരാനിടയുള്ള 100 കോടിയോളം വോട്ടർമാരുള്ള ഒരു വലിയ രാജ്യമാണ് നമ്മുടേത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന 4-5 ഉദ്യോഗസ്ഥരല്ല ഓരോ ഗ്രാമപ്രദേശത്തും വാർഡുകളിലും ബൂത്തുകളിലും വന്നിട്ട് വോട്ട് ചേർക്കുന്നത്. അതിന് ഓരോ പ്രദേശത്തും നിയോഗിക്കപ്പെട്ട BLOമാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഈ വോട്ട് ചേർക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വന്നുകൂടാൻ സാധ്യതയുള്ള ചെറിയ ചില മിസ്റ്റേക്കുകൾ, ചില അക്ഷരത്തെറ്റുകൾ അല്ലെങ്കിൽ ചില പിശകുകൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവിടെ എന്തോ വലിയ അഴിമതിയാണ് നടക്കുന്നത്, വോട്ട് കൊള്ളയാണ് നടക്കുന്നത് എന്ന രീതിയിൽ വലിയ ആരോപണം, വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതേ ആക്ഷേപം തന്നെയാണ് തൃശ്ശൂരിലും സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കുന്നത്. അപ്പോ TM പ്രതാപന്റെ സ്വന്തം കുടുംബത്ത്, സ്വന്തം വാർഡില് അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിലുള്ള ഒരു ക്രമക്കേടാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ TM പ്രതാപൻ, സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്ത TM പ്രതാപൻ ഈ ഇരട്ട വോട്ടിന്റെ പേരിൽ സ്വന്തം ചേട്ടന്റെ മകളായിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സജു ഹരിദാസിനെതിരെയും പരാതി കൊടുക്കുമോ? അതിനുള്ള ആണത്തവും നട്ടലും TM പ്രതാപൻ ഉണ്ടോ എന്നാണ് BJPക്ക് ചോദിക്കാനുള്ളത്. എല്ലായിടത്തും ഒരേപോലെ ആവണ്ടേ? അത് നിങ്ങൾ ഇടുമ്പോ ബർമുടയും ഞങ്ങൾ ഇടുമ്പോ വള്ളിക്കളസവും എന്ന് പറയുന്നല്ലോ ശരി. അപ്പോ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുക്കുന്ന TM പ്രതാപൻ നട്ടലുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ സ്വന്തം ചേട്ടന്റെ മകളായിട്ടുള്ള സജു ഹരിദാസിനെതിരെയും കൂടി പരാതി കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്ത് വലിയ ആരോപണമായിട്ട് LDF UDF ഒരുപോലെയാണല്ലോ വന്നത്. ഇപ്പൊ തൃശ്ശൂരിൽ BJP മുന്നിലെത്തിയ 34ഓളം പഞ്ചായത്തുകളുണ്ട്. ഈ പാർലമെന്റ് ഇലക്ഷൻ 2 മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് തൃശ്ശൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ ലീഡ് പിടിച്ചത് ഈ നാട്ടിക നിയോജക മണ്ഡലത്തിലായിരുന്നു. 14,000-ഓളം വോട്ടുകൾക്ക് സുരേഷ് ഗോപിയുടെ ലീഡ് ചെയ്തിരുന്നു. ഇത് ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ പറയാനുള്ളത് ഈ TN പ്രതാപന്റെ മണ്ഡലം കൂടിയാണല്ലോ ഈ നാട്ടിക. ഇവിടെ ജനങ്ങളെ ഈ ഒരു വോട്ട് ക്രമക്കേട് എന്നുള്ള രീതിയിൽ ഈ TN പ്രതാപനെ പോലുള്ള ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ ഒരു അവസരം? TM പ്രതാപൻ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 13-ാം ബൂത്തിലെ വോട്ടറാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 13-ാം ബൂത്തിലെ വോട്ടറാണ്. ഈ 13-ാം ബൂത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, അവിടെയും ലീഡ് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്, അവിടെയും BJP ആണ്. TM പ്രതാപന്റെ സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തായിട്ടുള്ള തളിക്കുളത്ത് ഏകദേശം 450-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഏകദേശം, അതായത് TM പ്രതാപന്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഏകദേശം 17,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. ഈ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. വലപ്പാട് പഞ്ചായത്തിൽ 2,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. നാട്ടിക പഞ്ചായത്തിൽ ഏകദേശം 1,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. തളിക്കുളം പഞ്ചായത്തിൽ 450-500-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. ഈ എല്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നത് CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. അന്തിക്കാട് പഞ്ചായത്ത് VS സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലടക്കം 1,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. VS സുനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും അടക്കം BJP ആണ് ലീഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ കാണുന്ന പുകമറ സൃഷ്ടിക്കുന്ന എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകും. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ ആക്ഷേപം കൊടുക്കാനും അനർഹമായിട്ട് ആരെങ്കിലും വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും ഒക്കെയുള്ള എല്ലാ ജനാധിപത്യപരമായിട്ടുള്ള അവസരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഇവര് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയം കിട്ടിയില്ല. ഏറ്റവും അവസാനം വന്ന അഡീഷണൽ പട്ടികയിലാണ് ഈ വോട്ടുകളെല്ലാം കടന്നുകൂടിയതെന്നാണ് ഇപ്പൊ ഇവര് പുതിയ ക്യാപ്സ്യൂളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം വന്ന അഡീഷണൽ പട്ടികയിലാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 45 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും, അങ്ങനെ ഏറ്റവും അവസാനത്തെ അഡീഷണൽ പട്ടികയിൽ ഇങ്ങനെ വോട്ടുകൾ അനധികൃതമായിട്ട് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 45 ദിവസത്തോളം ഈ പറയുന്ന പോളിംഗ് ബൂത്തുകളിലൊക്കെയുള്ള CCTV ക്യാമറകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷിച്ചു വയ്ക്കും. ഇതെല്ലാം കഴിഞ്ഞ് 45 ദിവസവും കഴിഞ്ഞ് 1 വർഷവും കഴിഞ്ഞ് 1.5 വർഷമായ സമയത്ത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട CCTV വിഷ്വൽസ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ടയില്ല വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജനങ്ങളുടെ ഇടയിൽ, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളൊന്നും അറിയില്ല. അവർ വരുന്നു, അവരുടെ ID കാർഡ് കാണിക്കുന്നു, അവർ വോട്ട് ചെയ്യുന്നു, പോകുന്നു എന്നല്ലാതെ ഇപ്പൊ ഒരു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്താണ്, ഒരാളുടെ വോട്ട് നീക്കം ചെയ്യാനുള്ള നടപടികൾ എന്താണ്, അല്ലെങ്കിൽ അനർഹമായിട്ട് ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ പരാതി കൊടുക്കാനുള്ള നടപടികൾ എന്താണ് എന്നൊന്നും ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയില്ല.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നവർക്കൊക്കെ ഇതറിയാം. അപ്പൊ ഇതറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുക, അവരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുക, ആശങ്ക ഉണ്ടാക്കുക എന്നുള്ള വൃത്തികെട്ട എന്താ പറയാ നടപടിയാണ് ഇവരെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അധികകാലമൊന്നും പോവില്ല. കാരണം ജനങ്ങൾക്കറിയാം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മളൊക്കെ താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളുടെ ഒക്കെ അടുത്ത് വന്നിട്ട് വളരെ പേഴ്സണലായിട്ട് നൂറുകണക്കിന് അമ്മമാര്, അതായത് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പാർട്ടി കുടുംബങ്ങളിൽ നിന്നുള്ള അമ്മമാരും സഹോദരിമാരടക്കം സ്ത്രീകള് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇത്തവണ ഈ ഒരു വോട്ട് സുരേഷ് ഗോപിക്കാണ് എന്ന് പറയുന്ന ഒരുപാട് സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മണപ്പുറം പോലുള്ള ഒരു വലിയ സ്ഥാപനം ഇവിടെയുണ്ട്. മണപ്പുറം ഫിനാൻസിന്റെ ഹെഡ് ഓഫീസ് വലപ്പാടാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പൊ നാട്ടികയിലും വലപ്പാടും തളിക്കുളത്തും ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് സ്റ്റാഫുകളാണ് താമസിക്കുന്നത്. അങ്ങനെ പല ആളുകളും ഇപ്പോൾ അവരുടെ നാടുകളിൽ നിന്ന് മാറി നമ്മളുടെ നാട്ടിൽ, അതായത് വലപ്പാടും നാട്ടികയിലൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് വന്നിട്ട് പലപ്പോഴും വന്നിട്ട് ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുണ്ട്, ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്, ഞങ്ങളുടെ വോട്ട് ചേർത്താൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ആ സ്ഥാപനം ലീസിന് എടുത്തു കൊടുത്ത അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തു കൊടുത്ത വീടുകളിലായതുകൊണ്ട് നമുക്ക് അവരുടെ വോട്ട് അവരുടെ പേരിൽ വാടക കരാറില്ലാത്തത് കൊണ്ട് നമുക്ക് അവരുടെ വോട്ട് ചേർത്തി കൊടുക്കാൻ പറ്റില്ല. അല്ലാത്ത രീതിയിൽ ഇപ്പൊ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പേരിൽ വാടക കരാർ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചേർത്തി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പൊ എൻ്റെ വാർഡിൽ ഒരു അനുഭവം ഉണ്ട്. പാലപ്പുഴയിലുള്ള ഒരു ഫാമിലി, അവർ മണപ്പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അവര് കഴിഞ്ഞൊരു ഒരു വർഷത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് മുതൽ എൻ്റെ വാർഡിൽ വീട് വെച്ച് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് താമസിക്കുന്നവരാണ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വോട്ട് ചേർപ്പിച്ചു. അതായത് ഒരു വർഷത്തിലധികമായിട്ട് എൻ്റെ വാർഡിൽ സ്വന്തം വീട് എടുത്ത് താമസിക്കുന്നവരാണ്. അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, അവർ CPM-ന്റെ ഫാമിലിയാണ്, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അവര് നമ്മളെ കൊണ്ട് വോട്ട് ചേർപ്പിച്ചു. അവർ വോട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ വോട്ട് ചേർത്തണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ വോട്ട് ചേർത്തണ്ടാന്ന് പറഞ്ഞത്. കാരണം അവർക്ക് ആലപ്പുഴയിൽ അവരുടെ നാട്ടില് അവരുടെ ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് വോട്ടുണ്ട്, വാർഡിലെ വോട്ട് ഞങ്ങൾ അവിടെ പോയി ചെയ്തോളാന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തെറ്റായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇത് ഈ പറയുന്നില്ലേ, ഇപ്പൊ ദേശീയ തലത്തില് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എന്താണ് ബലൂൺ പോലെ പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ പറഞ്ഞ എററുകൾ പോലും, അതായത് വലിയ 6 മാസത്തെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങൾ പോലും തെറ്റാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേക്ക് വോട്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കാണിച്ച ആളുകളൊക്കെ നേരെ വന്നുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ ഫേക്ക് വോട്ടേഴ്സ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ദേശീയ തലത്തിൽ ഇതെല്ലാം ഉണ്ടയില്ല വെടിയായിട്ട് ഇതെല്ലാം എന്താ പറയാ പുകയായി കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴും കുറെ മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയക്കാരും കൂടിയിട്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കരച്ചിലൊക്കെ നിലവിളിയാവുന്നത് കാണാം. അതുവരെ ഇവരുടെ ഈ ആരോപണങ്ങൾ ഇങ്ങനെ പോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്.